ഹലോ 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 വെജിറ്റബിൾസ് കഴിക്കാൻ മടിയുള്ളവർക്ക് പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ ഇത്. ഇങ്ങനെ അനൂക്ക് ഭയങ്കര മടിയാണ് വെജിറ്റബിൾസ് കഴിക്കാൻ. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ഞാൻ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്ത ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും വെജിറ്റബിൾസ് ഉള്ളിലേക്ക് പോട്ടെ എന്ന് പറഞ്ഞിട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന റെസിപ്പിയാണത്. ഫസ്റ്റ് തന്നെ കുറച്ച് മട്ടൻ്റെ ഫാറ്റിനെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ഉപ്പ് ഇത്രയും മാത്രം ഇട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ഗ്ലാസ് അരി എടുത്തിട്ട് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഈ സ്റ്റോക്കിൽ ഇട്ടിട്ടാണ് റൈസിനെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ റൈസിന് മൊത്തത്തിലൊരു ഫ്ലേവർ കിട്ടും. പിന്നെ കുറച്ച് ചെമ്മീനെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി. പിന്നെ കുറച്ച് ചിക്കൻ അതും ചെറുതായി കട്ട് ചെയ്തത് അതിനും ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. റൈസ് ഓൾമോസ്റ്റ് ഞാൻ റൈസിനെ വറ്റിച്ചാണ് എടുക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ചിക്കനും ആയിട്ടുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഫസ്റ്റ് തന്നെ ഓയിലിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും മാറുന്നിടേണ്ടത്. ഞാൻ ഓർഡർ ഇല്ലാണ്ട് ക്യാബേജ് ഇട്ടു. അതിൻ്റെ പച്ച സ്മെല്ല് പോകുന്ന വരെ ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഇങ്ങനെ ചെയ്താണ്ടല്ലോ അത്യാവശ്യം വെജിറ്റബിൾസ് നമ്മൾ കഴിക്കും. നല്ല റെസിപ്പിയാണ്. പിന്നെ ബീൻസ്, ക്യാബേജ് ഒന്ന് കുക്കായി വരുമ്പോഴേക്കും ബീൻസ് ഇടുന്നുണ്ട്. പിന്നെ സോൾട്ടിന് പകരം ഞാൻ നമ്മുടെ ചിക്കൻ ക്യൂബില്ലേ, മാഗി ക്യൂബ്, ചിക്കൻ സ്റ്റോക്ക് അതാണ് ആഡ് ചെയ്യണത്. പിന്നെ ക്യാരറ്റ്, വെജിറ്റബിൾസ് അത്യാവശ്യം എമൗണ്ട് ഉണ്ട് കേട്ടോ. നല്ല ക്വാണ്ടിറ്റി ഓഫ് വെജിറ്റബിൾസ് ഉണ്ട്. നന്നായിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബോക്സിൽ 2 ക്യൂബുള്ള 2 ഇട്ടിട്ടുണ്ട് കേട്ടോ. സോൾട്ട് വേറെ ആഡ് ചെയ്യുന്നില്ല. പിന്നെ ലാസ്റ്റ് ഇത് ക്യാപ്സിക്കം, ഏറ്റവും കുക്കിംഗ് ടൈം കുറവ് ക്യാപ്സിക്കത്തിനാണ്. അപ്പോൾ ലാസ്റ്റ് അതും ഇട്ട് പിന്നെ ഒരു തക്കാളി അതും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ എഗ്ഗ്, ഞാൻ ഇത് വെജിറ്റബിൾസ് ഒന്ന് കുക്കായതിനു ശേഷം എഗ്ഗിനെ സ്ക്രാമ്പിൾ ചെയ്തെടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോഴത്തേനും ടേസ്റ്റ് എനിക്ക് തോന്നിട്ടോ. ഫസ്റ്റ് ഒരു ചിക്കനെക്കാട്ടി നന്നായിട്ട് തോന്നിയത് വെജിറ്റബിൾസിൻ്റെ കൂടെ സ്ക്രാമ്പിൾ ചെയ്യുമ്പോൾ എല്ലാ വെജിറ്റബിൾസും എഗ്ഗിൻ്റെ ഒരു ടേസ്റ്റും വരുന്നുണ്ട്. പിന്നെ സ്വീറ്റ് കോണും ഗ്രീൻ പീസും അതും ഇതേമാതിരി ഒന്ന് സ്റ്റീം ചെയ്തെടുത്താണ്. ഓൾമോസ്റ്റ് അത് കുക്കാണ്. ജസ്റ്റ് ആ ഒന്ന് ഉപ്പും ഇതൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഫ്രഷ് ആയിട്ട് പൊടിച്ച കുരുമുളക് പൊടി അതും ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കെച്ചപ്പ്, ഞാൻ മറ്റേ സോസ് ആഡ് ചെയ്യുന്നില്ല കേട്ടോ. സോയാ സോസ് ആഡ് ചെയ്യുന്നില്ല, കെച്ചപ്പ് മാത്രം. എനിക്ക് സോയാ സോസിന് ടേസ്റ്റ് അത്ര പറ്റുന്നില്ല, അതുകൊണ്ട് അങ്ങനെ ഇത് രണ്ടും കൂടെ മിക്സ് ആക്കുന്നുണ്ട്. പിന്നെ റൈസ് നമ്മൾ ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. ഇത് രണ്ടും കൂടെ മിക്സിങ് ആണ്. എത്രത്തോളം മിക്സ് ചെയ്യുന്നോ അത്രത്തോളം ഇതിന് ടേസ്റ്റ് കൂടുക എന്നാൽ പറയാം. നല്ലോണം മിക്സ് ആക്കാം. കുറച്ചായിട്ടിട്ട് നല്ലോണം ഇങ്ങനെ ഇളക്കി നമ്മുടെ വീട്ടിൽ എപ്പോഴും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണിത്. ഏറ്റവും ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഈ വെജിറ്റബിൾസ് കട്ട് ചെയ്തെടുക്കുക. ഇത് മാത്രമേ ഉള്ളൂ ബുദ്ധിമുട്ട്. ബാക്കി സുഖമാണ്. നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് പെപ്പർ പൗഡർ ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാനത് വീഡിയോയിൽ വന്നില്ല. പിന്നെ ചിക്കൻ ഇട്ടു, പ്രോൺസ് ഇട്ടു. പിന്നെ ഞാൻ ബങ്കിന് വേണ്ടി കുറച്ച് കാടമുട്ട ഉണ്ടായത് അതിനെ മുകളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, ബൈ.